അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹംദയുടെ ഡിസ്ചാർജ് ദിവസം അറബിയുമ്മയും തലാലും മുഹ്സിനിയും സിനാനും വന്നിട്ടുണ്ട്. നേരത്തെ അറബിയോട് അജ്മൽ സംസാരിച്ചിരുന്നു, സിനാനെ ഇനി കുറച്ച് ദിവസം അവിടെ നിന്നോട്ടെ, ഞാനുണ്ടല്ലോ എന്ന്. എന്നാൽ അജ്മലിനോടുള്ള ഇഷ്ടം കൊണ്ട് അറബി അത് സമ്മതിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സിനാനും മുഹ്സിനയും ഇപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് ജീവിക്കുന്നത്. എന്താണെന്നറിയില്ല, അവരുടെ ജീവിതത്തിൽ കിട്ടാത്ത നിമിഷങ്ങളെല്ലാം അവർക്ക് കിട്ടിക്കഴിഞ്ഞു. അതെ, അവർ രണ്ടുപേരും ഒന്നായി മാറുകയാണ്. അല്ലാ ഇക്ക, അവൾ സങ്കടത്തോടെ തന്നെ പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിക്കും. ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചതല്ല അങ്ങയുടെ കൂടെ ഇങ്ങനെയൊരു ജീവിതം. അത് അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചു അല്ലേ? അതെ മോളെ, സാരല്ല. എന്തൊക്കെ തന്നെയല്ല, അജ്മൽ സാറിനോട് നമ്മൾ പ്രത്യേകമായിട്ട് നന്ദി പറയണം മോളെ. അദ്ദേഹം എത്ര റിസ്ക് എടുത്തിട്ടാണ്. അതെ, സത്യമായിട്ടും വല്ലാത്തൊരു ഭാഗ്യമായി പോയി അജ്മൽ സാറിനെ ഞാൻ പരിചയപ്പെട്ടത്. ഒരു നിമിഷം അവൾ ഓർത്തു, അതെ, തൻ്റെ നാത്തൂൻ താത്തയാണ് അതിനു വേണ്ടി നേതൃത്വം നൽകിയത്. അന്നൊക്കെ നാത്തൂന് പാവമായിരുന്നു. എന്നോട് പറയായിരുന്നു, മോളെ നീ വെറുതെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ടെൻഷൻ ആവണ്ട, അപ്പുറത്തൊരു ട്യൂഷൻ സെൻ്റർ ഉണ്ട്, അവിടെ പോയി നിനക്ക് എന്തെങ്കിലുമൊക്കെ ജോബ് അവിടെ കിട്ടാതിരിക്കില്ല. അന്ന് ഇത്താത്തയുടെ പണിയായിരുന്നു അതെല്ലാം. പക്ഷേ പിന്നീട് അന്ന് എന്തായാലും ഇത്താത്തയുടെ വാക്ക് കേട്ട് ഞാൻ അവിടെ എത്തി, അജ്മൽ സാറിനെ പരിചയപ്പെട്ടു. പക്ഷേ പിന്നീട് അങ്ങോട്ട് എനിക്ക് എന്ത് സംഭവിച്ചറിയില്ല, ഓരോന്നങ്ങ് പറഞ്ഞുണ്ടാക്കി. ആദ്യമൊക്കെ ഇത്താത്ത എനിക്ക് സപ്പോർട്ട് നിന്നിരുന്നു. പിന്നീട് എന്തെന്നറിയില്ല, സ്വഭാവമൊക്കെ ആകെ അങ്ങ് വഷളായിപ്പോയി. റബ്ബേ, ഒരു നിമിഷം അവൾ ഇത്താത്തയെക്കുറിച്ച് ഓർത്തു, ഉമ്മയെക്കുറിച്ച് ഓർത്തു. എന്നാൽ ആ സമയം അവൾ ഉമ്മക്ക് ഒന്ന് വിളിക്കണമെന്ന് തോന്നി. ഉമ്മയോട് വിളിച്ച് സംസാരിക്കുമ്പോൾ ആ ഒരു വാക്കവൾ ചോദിച്ചു, ഉമ്മ, ഇത്താത്താൻ്റെ ഒക്കെ സ്ഥിതി എന്താന്നാവല്ലേ അവര്? പൊന്നു മോളെ, ഇത്താത്തേക്ക് ഇവിടെ അല്ലേ, ഞാൻ നിന്നോട് നാളെ പറഞ്ഞില്ലേ? ഉമ്മ, പറഞ്ഞിരുന്നോ? ഞാൻ ഓർക്കുന്നില്ലല്ലോ. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ നീ ചോദിച്ചില്ല. അല്ലാ, എനിക്ക് കുഞ്ഞിനെ കാണാൻ കൊതിയായിക്കണു ഉമ്മ, സത്യമായിട്ടും. ഇത്താത്തിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉമ്മാക്ക് ശരിക്കും ഉത്തരം പറയാനുണ്ടായിരുന്നില്ല. കാരണം തൻ്റെ മകൻ മറ്റൊരു വീട്ടിലാണ്, മരുമകളാണെങ്കിൽ ഇവിടെയും. രണ്ടുപേരും പരസ്പരം തെറ്റി ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ലാത്തത് കൊണ്ട് അവൾ പിന്നീടൊന്നും ചോദിച്ചില്ല. എങ്കിലും ഇത്താത്തയുടെ കാരണം കൊണ്ടാണ് അജ്മൽ സാറിനെ പരിചയപ്പെട്ടത്. സത്യം പറഞ്ഞാൽ അജ്മൽ സാർ അത് വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ്. റബ്ബേ, അങ്ങനെ അത് ഹോസ്പിറ്റലിൽ അവരെല്ലാവരും എത്തി ഹംദയെ ഡിസ്ചാർജ് ചെയ്യുവാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞു. പെട്ടെന്നാണ് അറബിയമ്മ അങ്ങോട്ട് വന്നത്. അജ്മൽ വാതിൽ തുറന്നു. മാഷാ അല്ലാ, അറബിയമ്മ. മോനെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഹംദ മോളു, എങ്ങനെയുണ്ട്? അറബിയമ്മ നേരെ അത് ഹംദയുടെ അരികിലേക്ക് വരുന്നു. അത് കണ്ട് ഷക്കീല ഞെട്ടിപ്പോയി. ഹംദയെ പരിചയമുള്ള മറ്റൊരു അറബിയോ, അറബിച്ചിയോ? അജ്മൽ, ഇതൊക്കെ ആരാ? അറിയാത്ത രീതിയിൽ അവർ ചോദിക്കുന്നു. ഇത് പറയൂ. ഞാൻ ഹംദയെ കൊണ്ടുപോകാൻ വന്നതാണ്. അറബിയമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് അവർ ഞെട്ടിപ്പോയി. എന്താ പറഞ്ഞത്? കേട്ടില്ലല്ലോ. ഞാൻ ഹംദയെ കൊണ്ടുപോകാൻ വന്നതാണ്. അവളുടെ എല്ലാ അസുഖങ്ങളൊക്കെ മാറിയതിനു ശേഷം ഞാൻ അവളെ നിങ്ങൾക്ക് തിരിച്ചു തരാം വേണമെങ്കിൽ. അല്ല എങ്കിൽ ഞാൻ തന്നെ അവളെ വളർത്തും. എനിക്ക് അവളെ വേണം. ശരിക്കും അവർ ഞെട്ടിപ്പോയി. ഷക്കീല ചോദിച്ചു, അതല്ല, എൻ്റെ മകളെ നിങ്ങൾക്ക് ഞാനങ്ങനെ വിട്ടുതരും? ഒരു നിമിഷം അറബിയമ്മ ചോദിച്ചു, നിങ്ങളുടെ മകളോ? നിങ്ങളുടെ മകളെ എന്തുകൊണ്ടാണ് ഈ ഭ്രാന്താശുപത്രിയിൽ വന്നത്? ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഷക്കീല ഒന്നും മിണ്ടിയില്ല. അത് അറബിയമ്മയോട് എതിരായി ആരങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷേ അവർ ചോദിക്കുന്നു. എന്നാൽ അത് കണ്ടുകൊണ്ടാണ് അറബി അങ്ങോട്ട് വന്നത്. തലാലിനെയും കണ്ടു. തലാൽ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വലൈക്കും അസ്സലാം. എന്നാൽ ഷക്കീല അറബിച്ചിയോട് സംസാരിക്കുന്ന ആ ഒരു വാക്കുകൾ കേട്ട് അറബിച്ച്, ഷക്കീല ഇവിടെ വരൂ. എന്താ? അതെ, ആ സ്ത്രീ ഉണ്ടല്ലോ, നമ്മുടെ മോളെ കൊണ്ടുപോകാൻ വന്നിക്കാണ്. ഷക്കീല, ഒന്നിങ്ങ് വന്നേ നീ. എന്താണ് നിങ്ങൾക്ക്? ആരെയാണ് ഭയം? ഷക്കീല,
നീ അങ്ങനെ പറയല്ലേ, എൻ്റെ ഒരു പാർട്ട്ണർ കൂടിയാണ് അവർ. അത് നിനക്കറിയില്ല. ഓഹോ, അപ്പോൾ ബിസിനസ് പാർട്ട്ണർ കൂടിയാണല്ലേ? അല്ല, ബിസിനസ് പാർട്ട്ണറായ സ്ഥിതിക്ക് എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ പ്ലാനിങ് ഉണ്ടോ? സ്വന്തം മോളെ വിൽക്കാമെന്നോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ എന്തെങ്കിലും ഞാൻ പോലീസിൽ പരാതി കൊടുക്കൂട്ടോ. ശരിക്കും അവളുടെ ആ ഒരു വാക്ക് കേട്ട് അറബി ഞെട്ടി. എന്താ ഷെക്കില നീ പറയുന്നത്? അത് എൻ്റെ മോളല്ലേ? നിങ്ങളുടെ മോളായാലും അല്ലെങ്കിലും ഇപ്പോഴെൻ്റെ മോളാണ്. അവളെ ഒരാൾ കൈകടത്തുന്നതും അവളെ ഒരാൾ സംരക്ഷിക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല. അതെൻ്റെ വീട്ടിൽ അവിടെ തന്നെ വളരും എൻ്റെ മകളായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഷക്കീലയുടെ വാക്ക് കേട്ടാൽ വിചാരിക്കും അവൾ ഹംദയെ ശരിക്കും നോക്കും, സംരക്ഷിക്കും എന്നുള്ളത്. ഹംദ മോളെ, നമുക്ക് പോകാം. അജ്മൽ ഈ വീൽ ചെയറിലേക്ക് അവളെ ഇരുത്തു. അപ്പോൾ തന്നെ അജ്മൽ ഹെൽപ്പ് ചെയ്ത് അവിടെ ഇരുത്തുന്നു. അറബിയമ്മയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അതാ തള്ളിക്കൊണ്ട് പോകുന്നു ഷക്കീല തന്നെ. ശരിക്കും അറബിയമ്മ ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്തൊക്കെയാണ് ഞാൻ കേട്ടത്? അപ്പോൾ കേട്ടതെല്ലാം സത്യമല്ലേ ഒരു നിമിഷം? എന്നാൽ അറബി പെട്ടെന്ന് അങ്ങോട്ട് വന്നു. അതെ, ക്ഷമിക്കണം എന്നോട് കേട്ടോ, എൻ്റെ ഭാര്യ കുറച്ച് ഓവറാണ് എല്ലാം കൊണ്ടും. എനിക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയിലാണ് അവൾ എന്നെ ആക്കി വെച്ചിട്ടുള്ളത്. എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിയാതെ അതൊന്നും സാരമില്ല. അവൾ എന്നോട് ശബ്ദമുയർത്തി സംസാരിച്ചെങ്കിൽ അതിപ്പോൾ എന്താ, നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കിയാൽ മതി. ഓക്കെ. പിന്നെ എന്തൊക്കെ തന്നെയായാലും വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ കൊച്ചിനെ നല്ല രീതിയിൽ നോക്കണം കേട്ടോ. ഇതുവരെ വന്ന ഇഷ്യൂസൊന്നും വരാൻ പാടില്ല കുട്ടിക്ക്. കാരണം കുട്ടി നല്ലൊരു പ്രായമാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാലേ കാലാകാലത്തിനും അതേ ഉണ്ടാവുള്ളൂ. അറബി ഉമ്മക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. കാരണം അത് അവരുടെ കുഞ്ഞാണ്, അറബിയുടെ കുഞ്ഞാണ്. ഇപ്പോൾ സംരക്ഷണത്തിൽ, എളാമയുടെ സംരക്ഷണത്തിലാണ് കഴിയുന്നത് എന്നൊക്കെ ഊഹിക്കാം. പക്ഷെ ഏതൊക്കെ അല്ലാഹു ആലം. മനമെല്ലാം മനസ്സോടെയാണെങ്കിലും ഷക്കീലയുടെ കൂടെ അതാ ഹംദ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഒരിക്കൽ പോലും ഇഷ്ടമല്ല, ഒന്നും പറയാനും പറ്റില്ല. എന്നാൽ അറബിച്ചിയെല്ലാം അത് നോക്കി നിൽക്കുകയായിരുന്നു. അവർ കാറിൽ കയറി അജ്മലിനോട് പറഞ്ഞു, അജ്മൽ വാഹനമെടുക്ക്. കൂടെ അറബിയും വന്ന് കയറി. ഹംദ പിന്നെ നല്ല സൂക്ഷിക്കണം കേട്ടോ. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കഴിയട്ടെ. വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ഹംദ. സത്യം പറഞ്ഞാൽ അജ്മലിനെ അവൾക്ക് നഷ്ടമാകുമോ എന്നുള്ള ഭയം കൂടി അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ അത് അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം ആ വലിയ കൊട്ടാരത്തിന് മുമ്പിൽ ആ ഒരു കാറ് നിൽക്കുന്നു. പതിവ് പോലെ ഹംദയെ അജ്മൽ വാരിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അജ്മൽ വിട്ടു നിൽക്ക്. എന്താ അവളെ എടുക്കാൻ? ആര് പറഞ്ഞു അവൾക്ക് നടക്കാൻ കഴിയില്ലാന്ന്? നടക്കങ്ങോട്ട്. തൻ്റെ രണ്ടാനമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് അവൾ ഞെട്ടിപ്പോയി. അമ്മ, മാമ, ഞാൻ എങ്ങനെ? മാമ നിൻ്റെ മരിച്ചു പോയ മാമയായിരിക്കും. നീ ഓരോന്ന് വിളിച്ച്. ഞാൻ എന്ത് ചെയ്യാം? എനിക്ക് കഴിയില്ലല്ലോ. കാല് നിലത്ത് ചവിട്ടി നടക്കടി. അത് കേട്ട് അജ്മൽ ഞെട്ടിപ്പോയി. നിങ്ങൾ എന്തേ പറയുന്നത്? അവൾ ഹോസ്പിറ്റലിൽ കിടക്കയിൽ നിന്ന് വരുത്താണ്. നിങ്ങൾ എന്ത് പറയുന്നത്? നടന്നു നോക്കിയെങ്കിലേ കാല് ശരിയാക്കണോ അറിയുള്ളൂ. അല്ലാതെ ഇപ്പോൾ വെറുതെ ഇങ്ങനെ കാല് നീട്ടി വെച്ചിട്ട് ഇപ്പോൾ എന്ത് കിട്ടാനാ? രണ്ടാനമ്മ ഹംദയോട് ഒച്ചയിട്ടാണ് സംസാരിക്കുന്നത്. ശരിക്കും അജ്മൽ പറഞ്ഞു, അതെ, അവൾക്ക് പൊതുവെ ഒരു ടെൻഷനാണ്. മൊത്തത്തിൽ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യണമെങ്കിൽ മാത്രമേ അവൾ പഴയ രീതിയിലേക്ക് ഇനിയും തിരിച്ചു വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവളുടെ മനസ്സ് മാറിപ്പോയതാണ്. അതുകൊണ്ട് മാഡം, നിങ്ങളിങ്ങനെ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് ശരിയല്ല. അജ്മൽ, ഞാൻ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാൽ മതി. അതെ, ഞാനല്ല ഇവിടുത്തെ വേലക്കാരി, നീയാണ് ഇവിടുത്തെ വേലക്കാരൻ. അത് കേട്ടുകൊണ്ടാണ് അയാൾ അങ്ങോട്ട് വന്നത്. അറബി, എന്താ ഷക്കീല നീ പറയുന്നത്? വേണ്ട, ഒന്നുമല്ല. അജ്മലിനെ അവളെ കോരിയെടുക്കണം, വാരിയെടുക്കണം. ഞാൻ സമ്മതിച്ചില്ല. കുറേയൊക്കെ നടന്നില്ല, അങ്ങനെ ഇനി നടക്കത്തില്ല. ശരിക്കും അജ്മൽ ഞെട്ടിപ്പോയി. മാഡം, ഞാൻ മറ്റുദ്ദേശം എനിക്കറിയാം. നിന്നെ കണ്ടാൽ തന്നെ ഏതൊരു പെണ്ണും കൊതിച്ചു പോകും. അതെ, ചെറിയ പെൺകുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആളുകൾക്ക് വരെ നിന്നെ കാണുമ്പോൾ കൊതി വരുന്നുണ്ട്. അത് നീ മറക്കണ്ട. ശരിക്കും അജ്മൽ ഞെട്ടിപ്പോയി. എന്തൊക്കെയാണ് ഈ മാഡം പറയുന്നത്? എനിക്ക്
നിനക്ക് മനസ്സിലായില്ല, നീ കൊച്ചു കുട്ടിയാണെന്നാണ് വിചാരം. ഒരിക്കലുമല്ല, നീ എല്ലാം അറിയുന്ന തൻ്റെ ഇടക്കാരനാണ്. നിനക്ക് എല്ലാം അറിയാം. അത് നീ മാക്സിമം മുതലാക്കുന്നുണ്ട്. മേഡം, നിങ്ങൾ പറയുന്നത് ഞാനൊന്നും പറയല്ല, ഞാൻ പറയാമെന്ന് മാത്രം. ഇവളെങ്ങനെ വീൽ ചെയറിൽ ഇരുത്തുന്നത്? അത് പെട്ടെന്ന് ബെഡിലേക്ക് കൊണ്ടുപോയി കിടത്തില്ലെങ്കിൽ അപ്പം നിനക്ക് അവളെ താങ്ങിയെടുത്തേ മതിയാവും അല്ലേ? അതിൽ നീ ഉദ്ദേശിക്കുന്നത്? എന്തിനാണാ ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടെ താങ്ങിക്കോളും. ഇവളുടെ ഉപ്പയുണ്ട്, ഇവിടെ ഗദ്ദാമ്മയുണ്ട്, ഞാനുണ്ട്. അതിന് മാത്രം പറ്റുന്നില്ലല്ലോ. അവൾ താങ്ങാൻ മാത്രം ഞങ്ങൾ താങ്ങിക്കോളും. പിന്നെ ഈ ഒരു വക കാര്യങ്ങൾക്ക് നീ ഇനി ഇടപെടേണ്ട ആവശ്യമില്ല കേട്ടോ. ഹംദയുടെ കാര്യം ഇനി ഞാൻ നോക്കും. എന്താ? ശരിക്കും ഞെട്ടിപ്പോവുകയാണ് അജ്മൽ ചെയ്തത്. മാഡം, അതിന് ഞാൻ ഒന്നും, നിനക്ക് നാട്ടിലേക്ക് പോകണമെങ്കിൽ പോകാം, ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം. പക്ഷേ ഇവിടെ നിൽക്കണമെങ്കിൽ അതിൻ്റേതായ നല്ല കറക്റ്റ് ജോലി ചെയ്യേണ്ടി വരും എല്ലാം. പക്ഷേ ഹംദയെ തൊടുവാനോ പിടിക്കുവാനോ സംസാരിക്കുവാനോ അവളോട് കൂടുതൽ ഇടപഴകുവാനോ നിൽക്കുകയാണെങ്കിൽ അതിനുള്ള പണിഷ്മെൻറ്റ് ഞാൻ വേറെ തരും. സത്യം പറഞ്ഞാൽ ഒരു കൊടും ചതി പോലെയാണ് തോന്നിയത്. അറബിയുമ്മ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വന്നതായിരുന്നു. പക്ഷേ അത് മൈൻഡാക്കാതെ ഷക്കീല അവളുടെ ഇഷ്ടത്തിന് നിന്നു, ഒരിക്കൽ പോലും വിചാരിക്കാതെ. എന്താന്നില്ലേ അജ്മൽ, ഇനി മറ്റേ ആ തള്ളയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവളെ നല്ല രീതിയിൽ നോക്കി വളർത്തി ഇവനും അവിടെ ആക്കിയിട്ട് 2 പേരങ്ങോട്ട് കല്യാണം കഴിക്കും. സമ്മതിക്കില്ല മോളെ ഹംദ, അവൻ്റെ സുഖം ഞാൻ നിനക്ക് തരില്ല. നീ അങ്ങനെ വിചാരിക്കേണ്ട. നീ വിചാരിച്ചോ നിനക്ക് നല്ല സുന്ദരനായൊരു ചെറുപ്പക്കാരനെ കിട്ടിയെന്നല്ലേ? മോളെ ഹംദ, നിൻ്റെ ആഗ്രഹം മനസ്സിലെ ആഗ്രഹം കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്ക്. ഗദ്ദാമയെ വിളിക്കുന്നു. ഗദ്ദാമയും അറബിയും എല്ലാവരും കൂടെ അവളെ ആ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. സത്യം പറഞ്ഞാൽ അജ്മലിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. റബ്ബേ, ഞാൻ ഇതിനാണോ അവളെ രക്ഷപ്പെടുത്തിയത്? എന്നാൽ ധൈര്യപൂർവ്വം നേരെ അറബിച്ചിയുടെ അരികിലേക്ക് എത്തി. മാഡം, എന്താ പറഞ്ഞോ? മാഡം, അത് അവൾക്ക് പ്രോബ്ലം ഉണ്ടാകുമോ? ഇതുവരെ ഞാൻ സെറ്റാക്കി എടുത്തതാണ്. ഇനിയും ആ പ്രോബ്ലം വരികയാണെങ്കിൽ ഒരിക്കൽ പോലും അവളെ റൂമിൽ അടച്ചിടരുതെന്നല്ലേ? പിന്നെന്താ, നീ എടുത്തുകൊണ്ട് നടക്കണമായിരിക്കില്ലേ നിനക്ക്? അതായിരിക്കും നിനക്ക് ഇഷ്ടം. അങ്ങനെയൊന്നുമല്ല. സത്യം പറഞ്ഞാൽ അജ്മൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവിടെ അനുസരിക്കുകയായിരുന്നു. കാരണം ഹംദ അവൾ നഷ്ടപ്പെടാൻ പാടില്ല. അവൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനിയും പഴയ രീതിയിൽ നിന്ന് പുതിയ രീതിയിലേക്ക് ആക്കാൻ അല്പം പ്രയാസപ്പെടേണ്ടി വരും. ഒരുപാട് വേദനകളും എല്ലാം സഹിക്കേണ്ടി വരും. അജ്മൽ അറബിച്ചിയോട് എല്ലാം തുറന്നു പറയുവാൻ വേണ്ടി ഒരുങ്ങുന്നു. ഇനി ഒരിക്കലും അവളെ തടങ്കലിടരുത്. അവളെ ഓപ്പണാക്കി ഇടണം. അവൾ പാറിപ്പറന്ന് നടക്കട്ടെ, ജീവിക്കട്ടെ. അല്ലാതെ ഒരിക്കൽ പോലും അവളെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഡിപ്രഷൻ ഒരു പ്രാവശ്യം അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും അതിനേക്കാൾ വലിയ മാനസികാവസ്ഥ അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും അവളെ വേദനിപ്പിക്കരുത് എന്ന് പറയണം. അജ്മലിന് ദേഷ്യം വരികയാണ് ചെയ്തത്. കാരണം ഹംദയെ അവരെല്ലാവരും കൂടെ റൂമിലേക്ക് പിടിച്ചു കൊണ്ടുപോയി കിടത്തി. എന്നാൽ ഈ സമയം ഹംദ, എൻ്റെ അജ്മൽ എവിടെ? എനിക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. എന്താടി ഇപ്പോൾ തന്നെ നീ എഴുന്നേറ്റെടുക്ക പായാണ്? അവിടെ കിടന്നോ? അങ്ങനൊക്കെ തന്നെയല്ലേ? അതെ തന്നെ. എൻ്റെ രണ്ടാനമ്മ വീണ്ടും ശിക്ഷിക്കുമോ? എനിക്ക് ഭയം തോന്നുന്നു. ഹോസ്പിറ്റലിൽ നല്ല സന്തോഷമായിരുന്നു. അജ്മലിനെ കാണാമായിരുന്നു. അജ്മൽ പറഞ്ഞു തരുന്ന കഥകൾ കേൾക്കാമായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ റബ്ബേ. എന്നാൽ അജ്മൽ അവിടെ തന്നെ നിന്നു. അജ്മൽ, നിനക്ക് പോകാനായില്ലേ? നിൻ്റെ റൂം അവിടെ അപ്പുറത്താണ്. അത് മാഡം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് കാര്യം? നിനക്ക് എന്ത് കാര്യം ഇനി പറയാനുള്ളത്? എനിക്കല്പം കാര്യം, എന്നോട് മാത്രം ഡോക്ടർ നിർദ്ദേശിച്ച ആ ഒരു കാര്യം. എന്താ നിന്നോട് മാത്രമായിട്ട് ഉപദേശിച്ചത്? നീ പറഞ്ഞോ. അതെ, എനിക്കെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ തൽക്കാലം നീ പറയാതിരിക്കുകയാണ് നല്ലത്. ഹംദ എൻ്റെ മോളാണ്, അവളെ ഞാൻ നോക്കും. പിന്നെ അജ്മൽ, നീ ചെറിയ ആ പെൺകുട്ടിയോട് ഇഷ്ടം വെക്കുന്നത് ഒട്ടും ശരിയല്ല. അതായത് ഒരു നിമിഷം അവൻ HMൻ്റെ മുഖത്തേക്ക് നോക്കി. മേഡം എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല മോനെ, അവൾ ചെറിയ മോളാണ്. പിന്നെ മോൻ ഒരു യുവാവായി മാറിയിരിക്കുന്നു. മോൻക്ക് വിവാഹപ്രായം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ആഗ്രഹങ്ങളും മനസ്സിലുണ്ടാകും. സത്യം പറഞ്ഞാൽ അജ്മൽ,
നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാതൊരു ഇഷ്ടം തോന്നുകയാണ്. എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സിലെ ഇഷ്ടം എനിക്ക് നിന്നോട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞ അറബിച്ചിയുടെ വാക്കുകൾ കേട്ട് അജ്മലിൻ്റെ മുഖം വല്ലാതായി. മാഡം സോറി, ഞാൻ പിന്നെ വരാം. പക്ഷേ എനിക്ക് അവൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എന്തായിരിക്കും അജ്മൽ അറബി ഉമ്മയോട് പറയുക? ഒരു പക്ഷേ അറബി ഉമ്മ അത് കേട്ട് കഴിഞ്ഞാൽ അത് അംഗീകരിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.